വെള്ളം കയറാത്ത വീടെന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് തിരുവല്ലയിലെ തോമസിന്റെ മടക്കം. വൃദ്ധരായ മാതാപിതാക്കൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് കുവൈറ്റ് ദുരന്തത്തിൽ പൊലിഞ്ഞുപോയത്. കണ്ണീർപ്പാടത്തിന് നടുവിലെ ആ കൊച്ചു വീട്ടിൽ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥന മാത്രം. മിഠായി പൊതികളുമായി അച്ഛൻ വരുന്നതും കാത്ത് മുത്തച്ഛന്റെ കൈകളിൽ 5 വയസ്സുള്ള ജെസ്സിക്ക മോൾ. ജ്യേഷ്ഠന്റെ മകളുടെ പിറന്നാൾ ആഘോഷത്തിന് കഴിഞ്ഞ നവംബറിലാണ് തോമസ് അവസാനമായി ഇവിടെ വന്നത്. ക്രിസ്മസും പുതുവത്സരവും ആഘോഷിച്ച് ജനുവരിയിൽ മടങ്ങി. സഹോദരന്റെ പുതിയ വീടിന്റെ പണി കഴിയുമ്പോൾ ഗൃഹപ്രവേശത്തിനെത്താമെന്ന് വാക്ക് നൽകിയാണ് അന്ന് തോമസ് പോയത്. ഇനി തോമസ് ചിരിച്ചുകൊണ്ട് ഈ പടികൾ കയറി വരില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കുടുംബത്തിനാകുന്നില്ല. നല്ലൊരു മഴ പെയ്താൽ വെള്ളം കയറുന്ന കുടുംബ വീട് മാറണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു തോമസിന്. അതിനുകൂടി വേണ്ടിയാണ് 10 വർഷം മുമ്പ് പ്രവാസം സ്വീകരിച്ചത്. പക്ഷേ പ്രാരാബ്ധങ്ങൾ വിലങ്ങായി. ഭാര്യ മറിയക്കുട്ടി, 5 വയസ്സുള്ള മകൾ ജെസ്സിക്ക, പിതാവ് ഉമ്മൻ ചാക്കോ, മാതാവ് റോസ്ലി. ഈ കുടുംബത്തിന്റെ തണലാണ് കുവൈറ്റിലെ തീയിൽ മാഞ്ഞുപോയത്. അജീഷ് ജയകുമാർ, 24, തിരുവല്ല.